നമസ്കാരം. പ്രായപൂർത്തിയായ മകൾ സ്വന്തം ഇഷ്ടത്തിന് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചതിന് ശേഷം മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്ത ഒരു ദുഃഖവാർത്ത കണ്ടാണ് കേരളം ഞെട്ടി ഉണർന്നത്. ഈ അവസരത്തിൽ മാതാപിതാക്കളുടെയും മക്കളുടെയും അവകാശങ്ങൾ, കടമകൾ എന്തൊക്കെയാണ് എന്ന് ഭരണഘടനയുടെയും വിവിധ നിയമങ്ങളുടെയും വെളിച്ചത്തിൽ നമുക്ക് ചെറുതായൊന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 21A പറയുന്നത് 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധമായും വിദ്യാഭ്യാസം കൊടുത്തിരിക്കണം, അത് സ്റ്റേറ്റിൻ്റെ കടമയാണ് എന്നാണ്. അതേപോലെ പൗരൻ്റെ കടമകൾ പറയുന്ന ആർട്ടിക്കിൾ 51A അതിൽ സബ് ആർട്ടിക്കിൾ Kയിൽ പറയുന്നത് പേരൻസിന് 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള കടമയുണ്ട് എന്നാണ്. ആർട്ടിക്കിൾ 24 പറയുന്നത് ഫാക്ടറികളിലോ മൈനുകളിലോ കഠിനമായ ജോലികൾ ചെയ്യേണ്ടിടത്തോ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ വിടാൻ പാടില്ല എന്നാണ്. നിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ 39 പറയുന്നത് കുട്ടികളെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കണം എന്നാണ്. ഇപ്പോൾ യൂണിവേഴ്സലായിട്ട് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് കുട്ടി 18 വയസ്സ് വരെയുള്ള മനുഷ്യരാണ് കുട്ടിയായിട്ട് പരിഗണിക്കുന്നത്. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യർക്ക് കുട്ടികൾ ജനിക്കുന്നത് പൂർണ്ണ വളർച്ച എത്തിയിട്ടല്ല. പല മൃഗങ്ങളും ജനിച്ചാലുടനെ എഴുന്നേറ്റ് നിൽക്കാനൊക്കെ പ്രാപ്തരാണ്, കണ്ണു തുറക്കാറുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ തലയോട്ടി പോലും പൂർണ്ണ വളർച്ച എത്താത്തതുകൊണ്ട് ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് ഒരു മറ്റേണൽ കെയർ, അതിനുശേഷം പേരൻസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ വേണം. പക്ഷേ കുട്ടികൾ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം വിദ്യാഭ്യാസമൊക്കെ കൊടുക്കേണ്ട കടമ കഴിഞ്ഞാൽ 18 വയസ്സ് കഴിയുമ്പോൾ അവർ സ്വയം നിർണയ അവകാശമുള്ള പൗരന്മാരായി മാറുകയാണ്. രാജ്യം തങ്ങളെ ഭരിക്കേണ്ട ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ അവകാശമുള്ള, വോട്ട് ചെയ്യാൻ അവകാശമുള്ള പൂർണ്ണ പൗരന്മാരാണ്. അവർക്ക് ആ സ്വയം നിർണയാവകാശത്തിൻ്റെ ഭാഗമായി സ്വന്തം ഇണയെ തിരഞ്ഞെടുക്കാനും എങ്ങനെ സ്വന്തം ജീവിതം നയിക്കണം എന്നും തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് വിദ്യാഭ്യാസം ലോണൊക്കെ എടുത്ത് ചെയ്യാവുന്നതാണ്. പേരൻസിന് ഒരു ബാധ്യതയില്ല. പലരും ചെയ്യാറുണ്ട്, പക്ഷേ നിയമപരമായ ബാധ്യതയില്ല. മക്കൾക്ക് ഇണയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം എന്ന് പറയുമ്പോൾ വിവാഹം കഴിക്കണോ വേണ്ടയോ, പരസ്പരം ഒരുമിച്ച് ജീവിക്കണോ, വിവാഹം കഴിക്കണമെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങളനുസരിച്ച് ഒരു ആൺകുട്ടി 21 വയസ്സ് പൂർത്തിയായിരിക്കണം, പെൺകുട്ടികൾ 18 വയസ്സ് പൂർത്തിയായാൽ മതി. പേരൻസ് ഒരിക്കലും സ്ത്രീധനം കൊടുക്കാൻ പാടില്ല. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് എന്ന നിയമത്തിലെ ഒരു ക്രിമിനൽ ഒഫൻസാണ് സ്ത്രീധനം കൊടുക്കുന്നത്. സ്ത്രീധനം വാങ്ങിക്കുന്നത് ഒരു ക്രിമിനൽ ഒഫൻസാണ്. വേറെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യൻ ഒരു ഒറ്റ സ്പീഷീസാണ്. ഇത് 5ാം നൂറ്റാണ്ട് BCEയിൽ ശ്രീബുദ്ധനും 20ാം നൂറ്റാണ്ടിൽ ശ്രീനാരായണ ഗുരുവും പറഞ്ഞതാണ്. മോഡേൺ സയൻസ് ഇത് തന്നെയാണ് പറയുന്നത്. സയൻറ്റിഫിക് അമേരിക്കൻ എന്ന വളരെ പ്രശസ്തമായ ഒരു സയൻസ് ജേർണലിൽ ഒരു ന്യൂസ് വന്നത്, റേസ് പോലും, വംശം എന്ന് പറയുന്നത് പോലും ഒരു മനുഷ്യനിർമ്മിതിയാണ്, അതിനൊരു സയൻറ്റിഫിക് ബേസ് ഇല്ല എന്നാണ്. ലളിതമായി ഒരു ഉദാഹരണ സഹിതം പറയാൻ ശ്രമിക്കാം. കുതിരയും കഴുതയും ഇണ ചേർന്നാൽ കോവർ കഴുത എന്ന ഒരു സങ്കര ഇനം ജീവി ഉണ്ടാകും, അതിന് പ്രജനനശേഷിയില്ല. സിംഹവും പുലിയും ഇണ ചേർന്നാൽ ലിഗർ എന്ന ഒരു ജീവി ഉണ്ടാകും, അതിന് പ്രജനനശേഷിയില്ല. പക്ഷേ മനുഷ്യർ പല വംശങ്ങളിൽപ്പെട്ടവർ, വൈറ്റ്സ്, ബ്ലാക്ക്സ്, ഏഷ്യൻസ്, ആഫ്രിക്കൻസ് എങ്ങനെയൊക്കെ പറയുന്ന പല വംശത്തിൽപ്പെട്ട മനുഷ്യർ ഇണ ചേർന്ന് കുട്ടികൾ ഉണ്ടായാൽ ആ കുട്ടികൾക്ക് വീണ്ടും പ്രജനനശേഷിയുണ്ട്. ഇത് തെളിയിക്കുന്നത് മനുഷ്യൻ ഒരൊറ്റ സ്പീഷീസാണ് എന്നാണ്. മാതാപിതാക്കൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ജനിക്കുമ്പോൾ അസൈൻ ചെയ്യുന്ന ജെൻഡർ, അത് മെയിൽ, ഫീമെയിൽ, ജെൻഡർ ക്യൂർ ഒക്കെ ആകാം. അതിൽ നിന്ന് വ്യത്യസ്തമായി സെക്ഷുവാലിറ്റി എന്ന ഒരു കാര്യമുണ്ട്. അത് ഹെട്രോസെക്ഷുവൽ ആകാം, ഓപ്പോസിറ്റ് സെക്സിനോട് ഉള്ളവരോട് അട്രാക്ഷൻ തോന്നുന്നതാണത്. ഹോമോസെക്ഷുവാലിറ്റി ആകാം, ഗേ, ലെസ്ബിയൻ, ബൈസെക്ഷൽ ഒക്കെ ആകാം. അത് ഓരോ വ്യക്തിക്കും സ്വയം തീരുമാനിക്കാനും
അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. സെക്ഷുവാലിറ്റിയെ തിരുത്താൻ ശ്രമിക്കുന്നതോ ചികിത്സിക്കാൻ ശ്രമിക്കുന്നതോ കുറ്റകരമാണ്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ നിർദ്ദേശമനുസരിച്ച് കൺവേർഷൻ തെറാപ്പി ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ മിസ്കോണ്ടക്റ്റാണ്. കേരളത്തിൽ നമ്മൾ കണ്ടു, ഒരു ലെസ്ബിയൻ കപ്പിളിനെ അവരുടെ പേരൻസ് ഒരുമിച്ച് ജീവിക്കുന്നതിൽ നിന്ന് തടയുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ന്യൂസ് കുറച്ച് നാൾ മുമ്പ് നമ്മൾ കണ്ടതാണ്. ഈ സ്വയം നിർണയാവകാശം പാട്രിയാർക്കിയോട്, അതായത് പുരുഷാധിപത്യത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം കൊടുക്കണം എന്ന രീതിയിലുള്ള മതമൂല്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അവരെ തുല്യ വ്യക്തികളായി കാണുന്ന, പ്രായപൂർത്തിയായ മക്കളെ വേറെ വ്യക്തികളായി, സ്വയം നിർണയാവകാശമുള്ള വ്യക്തികളായി കാണുന്ന ആധുനിക മൂല്യങ്ങൾ. ഒരു വിവാഹത്തിൽ ഏർപ്പെട്ടതോടുകൂടി സ്ത്രീയുടെ സെക്ഷൽ ഓട്ടോണമി തീരുന്നില്ല എന്നാണ് ഡോക്ടർ ജസ്റ്റിസ് ധനഞ്ജയ ചന്ദ്രചൂഡ് അഡൾട്ടറി ഡീക്രിമിനലൈസ് ചെയ്തുകൊണ്ടുള്ള വിധിയിൽ എഴുതിയത്. ഇണയ്ക്ക് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്, പക്ഷേ അതിൽ ക്രിമിനാലിറ്റി ഒന്നുമില്ല. മാതാപിതാക്കൾക്ക് കുട്ടികളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവകാശം വാർദ്ധക്യത്തിൽ സംരക്ഷണം എന്നുള്ളതാണ്. കുട്ടികൾ സ്വന്തം ഇഷ്ടത്തിന്, പ്രായപൂർത്തിയായ മക്കൾ സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചാലും അവർക്ക് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ചുമതലയുണ്ട്. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 എന്ന നിയമത്തിൽ വളരെ കർശനമായ വ്യവസ്ഥകളുണ്ട്. അതനുസരിച്ച് മാതാപിതാക്കൾക്ക് വാർദ്ധക്യത്തിൽ ഒരു സംരക്ഷണം ഉറപ്പുവരുത്താൻ മക്കൾക്ക് ബാധ്യതയുണ്ട്. ഒന്ന് ചുരുക്കി പറയാം, മാതാപിതാക്കൾക്കുള്ള അവകാശങ്ങൾ, സ്വന്തം സ്വത്ത് എങ്ങനെ ആർക്ക് എപ്പോൾ കൊടുക്കണം എന്ന് തീരുമാനിക്കാൻ ഓരോ വ്യക്തിക്കും പൂർണ്ണ അവകാശമുണ്ട്. മാതാപിതാക്കൾക്ക് അവരുടെ സ്വത്ത് മക്കൾക്ക് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, വാർദ്ധക്യകാലത്തെ സന്തോഷകരമായൊരു ജീവിതത്തിന് വേണ്ടി യാത്രകൾ ചെയ്യാനോ ഒറ്റയ്ക്കോ കുട്ടികളുടെയോ പേരക്കുട്ടികളുടെയോ ഒക്കെ സാന്നിധ്യമുണ്ടെങ്കിൽ അങ്ങനെയോ, അവരൊന്നും ഇല്ലെങ്കിലും ഒറ്റയ്ക്കോ ജീവിത ചെലവുകളൊക്കെ വഹിക്കാനും ചികിത്സാ ചെലവുകൾക്കുമെല്ലാം പണം മാറ്റിവെക്കാനും സ്വന്തമായിട്ടുള്ള എല്ലാ വസ്തുവകകളും പണവുമൊക്കെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാനും പൂർണ്ണ അവകാശം മാതാപിതാക്കൾക്കുണ്ട്. വാർദ്ധക്യം എങ്ങനെ സന്തോഷപ്രദമാക്കാം എന്ന് ഓരോ മാതാപിതാക്കളും ആലോചിച്ച് സ്വയം തീരുമാനിക്കേണ്ടതാണ്. അവർക്കുള്ള കടമ കുട്ടികളെ 14 വയസ്സ് വരെ നിർബന്ധമായും വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്നുള്ളതാണ്. ആഹാരം കൊടുക്കണം. ചെയ്യരുതാത്തത് പൂർണ്ണ വളർച്ചയെത്തിയ 18 വയസ്സ് പൂർത്തിയായ മക്കളുടെ സ്വയം നിർണയാവകാശത്തിൽ കൈകടത്തുക എന്ന കാര്യം ചെയ്യാൻ പാടില്ല. അവരെങ്ങനെ ജീവിക്കണം, ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളതെല്ലാം മക്കളുടെ സ്വയം നിർണയാവകാശത്തിൻ്റെ ഭാഗമാണ്. ഡൗറി കൊടുക്കുന്നത് ഒരു ക്രിമിനൽ ഒഫൻസാണ്, കൊടുക്കാൻ പാടില്ല. വാർദ്ധക്യത്തിൽ സംരക്ഷണത്തിന് പൂർണ്ണമായ അവകാശം ഉണ്ട്. മക്കൾക്കുള്ള അവകാശം ഇതുതന്നെയാണ്. 6 മുതൽ 14 വയസ്സ് വരെ നിർബന്ധമായും വിദ്യാഭ്യാസം കിട്ടാനുള്ള അവകാശമുണ്ട്. പിന്നീട് സ്വയം പഠിക്കാം. 18 വയസ്സിന് ശേഷം സ്വയം നിർണയത്തിനുള്ള അവകാശമുണ്ട്. കടമ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇല്ലാത്ത ഒരു അവകാശം സ്വത്തിൽ, മാതാപിതാക്കളുടെ സ്വത്തിൽ യാതൊരു അവകാശവുമില്ല. മാതാപിതാക്കളുടെ സ്വത്ത് ഒരു കാരണവശാലും മക്കൾ സ്വന്തം ആവശ്യങ്ങൾക്കായോ പ്രത്യേകിച്ച് വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്കായോ ചിലവഴിക്കാതിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താം. ഈ അവസരത്തിൽ ഖലീൽ ജിബ്രാൻ്റെ അടുത്ത് മക്കളെപ്പറ്റി സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ 2 വരികൾ ഉദ്ധരിക്കാം. വളരെ മനോഹരമായിട്ടുള്ള വരികളാണ്. അത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓൺ ചിൽഡ്രൻ. യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ. They are the sons and daughters of life's longing for itself. They come through you, but not from you. And though they are with you, yet they belong not to you. You may give them your love, but not your thoughts, for they have their own thoughts. You may house their bodies, but not their souls, for their souls dwell in the house of tomorrow, which you cannot visit, not even in your dreams. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതല്ല. അവർ നിങ്ങളിലൂടെയാണ് വന്നതെങ്കിലും നിങ്ങളിൽ നിന്നല്ല വന്നത്. നിങ്ങളോടൊപ്പമാണെങ്കിലും അവർ നിങ്ങളുടേതല്ല. നിങ്ങൾ അവർക്ക് സ്നേഹം നൽകിക്കോളൂ, ചിന്തകൾ നൽകരുത്.
അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട്. നിങ്ങൾ അവർക്ക് സ്നേഹം നൽകിക്കോളൂ, ചിന്തകൾ നൽകരുത്. അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട്. നിങ്ങൾ അവർക്ക് സ്നേഹം നൽകിക്കോളൂ, ചിന്തകൾ നൽകരുത്. അവരെപ്പോലെയാകാൻ നിങ്ങൾക്ക് പരിശ്രമിക്കാം, പക്ഷേ അവരെ ഒരിക്കലും നിങ്ങളെപ്പോലെ ആക്കാൻ ശ്രമിക്കരുത്. ജീവിതം പിന്നോട്ട് പായുന്നില്ല, ഇന്നലെയിൽ തങ്ങി നിൽക്കുന്നുമില്ല. താങ്ക് യു.